ലോകേഷ് കനകരാജിന്റെ സിനിമകൾ പലതും ഇൻസ്പിറേഷൻ ആണെന്ന് പലരും പറയുന്നു. അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? എൽസിയുവിന്റെ ബാക്ക് ബോൺ ആണ് കൈദി, വിക്രം പോലുള്ള സിനിമകൾ. പക്ഷേ എൽസിയുവിന്റെ പാർട്ട് അല്ലാത്ത മാസ്റ്ററിലും കൂലിയിലും നമുക്ക് ലോകേഷിന്റെ സിഗ്നേച്ചർ സ്റ്റൈൽ കാണാൻ പറ്റും. ലോകേഷ് സംവിധാനം ചെയ്തിട്ടുള്ള ലിയോ ഡേവിഡ് കോണൻബർഗിന്റെ ഹിസ്റ്ററി ഓഫ് വയലൻസ് എന്ന സിനിമയുടെ ഇൻസ്പിറേഷൻ ആണ്. ഫാമിലിയുടെ കൂടെ വളരെ പീസ്ഫുൾ ആയിട്ട് ജീവിക്കുന്ന പാർത്ഥിപൻ. പക്ഷേ അയാൾക്ക് ഒരു ഡാർക്ക് പാസ്റ്റ് ഉണ്ട്. പക്ഷേ ഒരു സമയത്ത് അയാളുടെ ആ ഡാർക്ക് പാസ്റ്റ് അയാളിലേക്ക് തിരിച്ചു വരുന്നു. ഇതേ ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് ഹിസ്റ്ററി ഓഫ് വയലൻസ് എന്ന സിനിമയിലെ ടോം സ്റ്റിലും കടന്നു പോകുന്നത്. പക്ഷേ ലോകേഷ് കൂടുതലും ആ സിനിമയിൽ നിന്നുമല്ല ഇൻസ്പിറേഷൻ എടുത്തിരിക്കുന്നത്. ഹിസ്റ്ററി ഓഫ് വയലൻസ് എന്ന പേരുള്ള ഒറിജിനൽ ഗ്രാഫിക് നോവലുണ്ട്, അതിൽ നിന്നുമാണ്. കാരണം ലിയോ സിനിമയിൽ ഒരു ഗ്രൂപ്പ് ഓഫ് കുറ്റവാളികളെ കാണിക്കുന്നുണ്ട് സിനിമയുടെ തുടക്കത്തിൽ. അത് ഹിസ്റ്ററി ഓഫ് വയലൻസ് സിനിമയിലില്ല, പക്ഷേ ഗ്രാഫിക് നോവലിലുണ്ട്. കൈദിയിൽ ഡൈഹാർട്ട് സിനിമയിലെ ഒറ്റൊരു നായകൻ ഒറ്റൊരു രാത്രി നടക്കുന്ന കഥ. ഈ ഒരു ഐഡിയ ആണ് ലോകേഷ് ഡൈഹാർട്ടിൽ നിന്നും എടുത്തത്. അസോൾട്ട് ഓൺ പ്രിസൺ 13 എന്ന സിനിമയിലെ പോലെ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ വരുന്ന ഗുണ്ടകളും അവരെ നേരിടുന്ന ഒരു പോലീസ് ഓഫീസറും ഈ സിനിമയിലുമുണ്ട്. പിന്നെ ഈ സിനിമയിലേക്ക് കോൺ എയർ എന്ന സിനിമയിലുള്ള ഒരുപാട് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. മാസ്റ്റർ കമൽഹാസന്റെ നമ്മവർ എന്ന സിനിമയ്ക്ക് ഒരു ട്രിബ്യൂട്ട് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. രണ്ട് സിനിമയിലും മെയിൻ ക്യാരക്ടേഴ്സിന്റെ ലുക്കും അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡും എല്ലാം സെയിം ആണ്. ഈ സിനിമ നമ്മവർ എന്ന സിനിമയുടെ ഒരു ചെറിയ സീക്വൽ ആണെന്ന് പറയാം. കാരണം വിജയുടെ ജെഡി എന്ന ക്യാരക്ടറിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് നാസർ എന്ന ക്യാരക്ടർ പറയുന്നുണ്ട്. ആ ഒരു ഫ്ലാഷ് ബാക്ക് ഡയറക്റ്റ് കണക്ട് ആവുന്നത് നമ്മവർ എന്ന സിനിമയിലേക്കാണ്. ഈ സിനിമയിലെ കഥാപാത്രങ്ങളുടെ പേരായിട്ടുള്ള ജെഡി, ഭവാനി, ഈ രണ്ട് പേരുകളും ലോകേഷ് എടുത്തിരിക്കുന്നത് രാം ഗോപാൽ വർമ്മയുടെ കൾട്ട് ക്ലാസിക് ആയിട്ടുള്ള ശിവ എന്ന സിനിമയിൽ നിന്നുമാണ്. ലോകേഷിന്റെ ഏറ്റവും ബെസ്റ്റ് സിനിമയായി ഞാൻ കരുതുന്നത് കൈദി തന്നെയാണ്. ആ സിനിമയിലെ ഒറ്റ ലോറി ഫൈറ്റ് സീൻ അത് മതി സിനിമയുടെ ലെവൽ മനസ്സിലാക്കാൻ. സിനിമകളിൽ നിന്നും ഇൻസ്പിറേഷൻ ചെയ്തിട്ടാണ് ലോകേഷ് എടുക്കുന്നതെങ്കിലും അങ്ങനെ എടുക്കാനും ഒരു കഴിവ് വേണം. പിന്നെ അത് മാത്രമല്ല നമ്മുടെ പ്രേക്ഷകർക്ക് പെട്ടെന്ന് കണക്ട് ആവുന്ന രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യണം. ഈ ഒരു കാര്യം അയാൾ വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്.